ഹായ് ഗൈസ്, ഞാൻ നാച്ചുറൽ കിച്ചൺ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കണം വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എനിക്ക് അറിയാം എന്താണ് എന്നുള്ളത്. അപ്പോൾ ഇതൊരു ഡെലിവറി ഇപ്പോൾ വന്നതാണ്. ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. ഇപ്പോൾ പാസ്പോർട്ടാണ് കേട്ടോ. പാസ്പോർട്ട് ഇപ്പം ഇതിന് മുന്നേ വന്നതല്ലേ എന്ന് വിചാരിക്കണ്ട. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു സംഭവം ഉണ്ട്, അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മൾ ഇന്ത്യൻ വിസയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ത്യയിലോട്ട് പോകാനുള്ള വിസ വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതിലുള്ളത്. അപ്പോൾ കണ്ടില്ലേ? അപ്പോൾ ഇതാണ്. ഇനി നമുക്ക് കളി ഇന്ത്യയിലാണ് അത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ വിസ എക്സ്പയർ ആവണ ഡേറ്റ് എക്സ്പയർ ആവണത് 24/4/2023 കേട്ടോ. പിന്നെ നമ്മൾ ഒരു വർഷത്തെ വിസ എടുത്ത് വെച്ചെങ്കിലും നമുക്ക് 6 മാസത്തിൽ കൂടുതൽ അവിടെ നിൽക്കാൻ പറ്റില്ല. 6 മാസം ആവുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഇങ്ങോട്ട് വരണം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ പോവാം. അങ്ങനെയാണ് ആ ഒരു വർഷം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക. പിന്നെ ഒരു മാസത്തിനൊക്കെ പോയിട്ട് വരുന്നവർക്കൊക്കെ സുഖമാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ വിസ സർവീസൊക്കെ ഇത് വെറും 3 ദിവസത്തിൻ്റെ ഉള്ളിലാണ് നമുക്ക് വിസ അടിച്ചിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുറച്ച് നിൽക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ വിസ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇൻഷാ അല്ലാഹ് നാട്ടിൽ പോയി വന്നിട്ട് നമുക്ക് OCI എടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ OCI എടുക്കുക എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. പിന്നെ 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അത് OCI പുതുക്കേണ്ട ആവശ്യം ഒന്നും ഇല്ല കേട്ടോ. മോനും കൂടിയിട്ടാണ് കേട്ടോ ആദ്യം പോണത്. ഇപ്പോൾ വിസ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മോനക്ക് ഓൾറെഡി OCI എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വിചാരിച്ച് വിസ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ എന്താ പറയുക, അപ്പോയിൻമെൻ്റൊക്കെ കിട്ടാൻ ഭയങ്കര ലേറ്റായിട്ടാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ പോകണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വിസ എടുത്ത്, എനിക്ക് മാത്രം വിസ എടുത്ത്. അപ്പോൾ ഞങ്ങൾ ഒരു മെയിൽ ഇൻഷാ അല്ലാഹ് പോകാമെന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഞാനും ചെറിയ ആളും കൂടിയിട്ട്, അപ്പോൾ പിന്നെ കാക്കും കുട്ടികളും കൂടിയിട്ട് സ്കൂളിൽ കൂട്ടിയിട്ട് വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ വിസ കിട്ടി. ഇനി നമ്മുടെ കളികളെല്ലാം ഇന്ത്യയിലാണ് മക്കളെ, ഇന്ത്യയിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു കിടക്കാച്ചി വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.